ഇന്ന് ഞാനുള്ളത് കൊല്ലം അഞ്ചാലുമൂട് കരുവ ജുമാ മസ്ജിദിലാണ്. ഇവിടെ അസയ്യിദ് അബ്ദുൾ റഹ്മാൻ ജിഫ്രി തങ്ങളുടെ ആടുനേർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു അന്നദാനം നടക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ രാവിലെ ഏതാണ്ട് 8 മണിയായതേ ഉള്ളൂ. ഇവിടെ ഈ നേർച്ചയ്ക്കായിട്ട് ആൾക്കാരെല്ലാം തന്നെ, ഈ സമീപവാസികളെല്ലാം തന്നെ ഈ പള്ളിയങ്കണത്തിലെത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലും സ്ത്രീകളും പുരുഷന്മാരും നിരനിരയായി ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇത് പാക്ക് ചെയ്ത് കൊടുക്കാനുള്ള പാക്കിംഗ് കവറുകൾ അതാത് ക്യൂവിൽ എത്തിച്ചു കൊടുക്കുകയാണ്. അതുമായിട്ട് വരിയിൽ നിന്ന് ഇവിടെ വന്ന് ഈ ചോറ് വാങ്ങിക്കൊണ്ടാണ് എല്ലാവരും പോകുന്നത്. ഏതാണ്ട് 30 ചെമ്പോളം ചോറ് ആണ് ഇവിടെ, നെയ്ച്ചോറാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള കറിയും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ അണിയറ പ്രവർത്തകരും വളരെ ഉത്സാഹത്തോടു കൂടിയാണ് ഈ ഒരു നേർച്ചയെ കണ്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഓരോ ചെമ്പ് ചോറ് തീരുന്നതിനനുസരിച്ച് അടുത്ത ചെമ്പുകൾ കൊണ്ടുവന്ന് തൊട്ടടുത്ത് വെച്ച് വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ കറിയും അതിൽ തന്നെ ഈ കവറിനകത്ത് തന്നെ ചോറും കറിയും ഒന്നിച്ച് പാക്ക് ചെയ്താണ് കൊണ്ടുപോകുന്നത്. ആവശ്യത്തിനനുസരിച്ചുള്ള 2 പേർക്ക് നന്നായിട്ട് കഴിക്കാനുള്ള ആഹാരം ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഭക്ഷണത്തിൻ്റെ കവറും വാങ്ങിയെന്ന് ഉറപ്പുവരുത്തണം. എല്ലാവരും ഒരുപോലെ, സംഘാടകരും വാങ്ങാനെത്തിയവരും ഒരുപോലെ പരിശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ പരിപാടി വിജയിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ദയവായി എല്ലാവരും സഹകരിക്കുക. ജാതി മതഭേദമെന്നെ ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും ഈ ഒരു നേർച്ചയിലേക്ക് പങ്കെടുത്ത് ഇതിൻ്റെ അന്നദാനത്തിൽ പൂർണ്ണമായി പങ്കാളികളായിട്ടുള്ളതാണ്. നമുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഏതാണ്ട് സമയം 9:30 കഴിഞ്ഞു. ഇപ്പോഴും തിരക്ക് അതേ രീതിയിൽ തന്നെയാണ്. ഏകദേശം 10:30 കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ ഒരു അന്നദാനം പൂർണ്ണമായും അവസാനിച്ചത്. നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ അറിയാം, ക്യൂ അങ്ങ് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. അപ്പോൾ അത് തീരുന്നതിനനുസരിച്ച് കറിയും ചോറും എല്ലാം കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരു ആണ്ട് നേർച്ചയിലെ അന്നദാനം പൂർത്തീകരിക്കാൻ ഇതിൻ്റെ സംഘാടകർക്കെല്ലാം സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.